റേഷൻ ഉണ്ടാക്കി ഡെവലപ്പാക്കി വരുന്നതെന്ന് വെച്ചാൽ ടി വി അൻവർ ഒരു അഹങ്കാരിയാണ്. ടി വി അൻവർ ഒരു ധിക്കാരിയാണ്. ടി വി അൻവർ കൊലയിൽ ഒതുങ്ങാത്ത വടിയാണ്. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. വിശദീകരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്കാണ്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അസസ് ചെയ്യാനുള്ള ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടതുണ്ട്. കാരണം കാരണം 8-9 മാസം മുമ്പാണ് ഞാനുണ്ടായിരുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് കേരളം നേരിടുന്ന വലിയ ചില പ്രതിസന്ധി, ജനങ്ങളുടെ ഇടയിലുള്ള ചില പ്രതിസന്ധികളും വരാനിരിക്കുന്ന ഗവൺമെന്റിലെ ADGP അജിത് കുമാർ അടക്കമുള്ള ഒരു വലിയ സംഘം, പോലീസിലെ ഒരു വിഭാഗം RSSുമായി കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ADGPയുടെയും അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കള്ളക്കടത്ത്, റിദാൻ ബാസിൽ കേസ്, കോഴിക്കോട് നഗരത്തിൽ നിന്ന് പച്ചാപ്പകൽ കാണാതായ മാമി, ഭരണരംഗത്തെ IAS, IFS, IRS തുടങ്ങിയ ലോബിയും കേന്ദ്ര RSS നേതൃത്വവുമായുള്ള ബന്ധം, ഇതായിരുന്നല്ലോ വിഷയം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ്, പ്രതിഷേധിച്ചാണ് ഞാൻ LDFൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരു ഘട്ടത്തിൽ എന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കള്ളക്കടത്തിന് നേതൃത്വം നൽകിയിരുന്ന ADGP അജിത് കുമാർ തെറ്റിദ്ധരിപ്പിച്ച് ഈ കള്ളക്കടത്തുകാരുടെ പിന്നിൽ PV അൻവറാണ് എന്ന് അദ്ദേഹത്തെ ധരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിന്നിരുന്ന പ്രസ്ഥാനത്തിൽ എന്നെ കള്ളനാക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്ക് വന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഘട്ടത്തിൽ മാറി വരുന്നത്. മാറി വന്നതിന് ശേഷം കേരളത്തിലൊരു വലിയ വനനിയമ ഭേദഗതി ബില്ല് വന്നു. ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നങ്ങൾ, വന്യമൃഗ പ്രശ്നം കേരളത്തിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ. ആ ബില്ല് എന്ന് പറയുന്നത് വനനിയമ ഭേദഗതി ബില്ലായിരുന്നു. ആ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാതെ നേരിട്ട് ഹാജരാക്കാൻ ഉള്ള അധികാരമില്ല. ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരമില്ല. ഒരു പോലീസ് ഫോഴ്സിന്റെ എല്ലാ ശേഷിയും സംസ്ഥാന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ടുള്ള അമെൻമെന്റ് ആയിരുന്നു അതിലൊരു പ്രധാന ഭാഗം. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മലയോര മേഖലയാകെ ജനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്നും പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും സമരങ്ങളുമാണ്. ഒരു മനുഷ്യനെ ആന ചവിട്ടി കൊന്നാൽ അതിന് പ്രതിഷേധിക്കുന്ന മനുഷ്യരെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാതെ DFOയുടെ മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് നേരിട്ട് റിമാൻഡ് ചെയ്യാനുള്ള എന്താ പറയാ കാർഡൻ നിയമമായിരുന്നത്. ആ നിയമത്തെ നമ്മൾ എതിർത്തു. ഇന്ന് നമ്മളെ കുടിവെള്ളം തരുന്നത് മുഴുവൻ പുഴകളാണ്. ആ പുഴകൾ ആരംഭിക്കുന്നത് ഒട്ടുമിക്കതും ഫോറസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്ന പുഴയായതുകൊണ്ട് ആ പുഴ അറബിക്കടലിൽ എത്തുന്നത് വരെയുള്ള ആ വെള്ളത്തിന്റെ അവകാശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുന്നതായിരുന്നു അതിലെ മറ്റൊരു വലിയ വിഷയം. അത് കൈമാറപ്പെട്ടാൽ നമുക്ക് ഇന്നിപ്പോ ഒരാൾക്കും ഒരു തുള്ളി കുടിവെള്ളം എടുക്കാൻ പോലും പുഴയിൽ നിന്ന് സാധിക്കില്ല. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പുഴകളിലെ വെള്ളമാണ്. അതിന്റെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വരും. അതിൽ നിന്ന് ഫോറസ്റ്റിന്റെ NOC വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പോലും റേഷൻ കടയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന അത്രയും ജനവിരുദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു ബില്ലായിരുന്നു. അതിന് നമ്മൾ ശക്തമായി എതിർത്തു. അതിനെ എതിർക്കുന്നതും ഇങ്ങനെ ഒരു ബില്ല് വരുന്നുണ്ട് എന്നും കേരളത്തിലെ ജനങ്ങളോട് അന്ന് ഞാനാണ് വിളിച്ചു പറയുന്നത്. ആ ബില്ല് പബ്ലിഷ് ചെയ്തില്ല, പത്രത്തിൽ പരസ്യം ചെയ്തില്ല, ജനങ്ങളോടുള്ള അതിനുള്ള പ്രതികരണം തേടിയില്ല.
ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് നിയമസഭ പോലും അറിയാതെ ഒളിച്ചു കടത്തി നിയമസഭയിൽ MLA-മാർ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പാസ്സാക്കിയെടുക്കാനുള്ള നിഗൂഢമായ നീക്കത്തെ അന്ന് ആ സമരത്തിലൂടെയാണ് ഞാൻ പൊളിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ എത്തുമ്പോഴാണ് DFO ഓഫീസുമായി ബന്ധപ്പെട്ട മണി എന്ന് പറയുന്ന സഹോദരന് ആദിവാസി സുഹൃത്ത് അന്നേ ദിവസമാണ് നിലമ്പൂരിൽ ചവിട്ടിക്കൊല്ലുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. ആ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച ആ സമരത്തിൽ അവിടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂളും ഒരു ഗ്ലാസും പൊട്ടിയത് 350-550 രൂപയുടെ നഷ്ടമാണ്. അതിന്റെ പേരിൽ വലിയ അക്രമിയായി എന്നെ സ്വീകരിച്ച് രാത്രി 12 മണിക്ക് പോലീസ് ഈ വീട്ടിൽ നിന്നും എന്നെ അറസ്റ്റ് കൊണ്ടുപോയി ജയിലിൽ അറസ്റ്റ് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ കണ്ട വിഷയമാണ്. ജുഡീഷ്യറിയുടെ സത്യസന്ധതയോണ്ടും അവർ ഈ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടുമാണ് എനിക്ക് അന്ന് ജാമ്യം കിട്ടിയത്. അല്ലെങ്കിൽ മാസങ്ങൾ എന്നെ ജയിലിലിടാനുള്ള പ്ലാനായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു വന്നു. അതിന്റെ മുമ്പ് ചേലക്കര തെരഞ്ഞെടുപ്പ് നടന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ ആ വിട്ടു വന്ന സമയത്താണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂടിയാലോചനകൾ നടത്തി. പാലക്കാട് നമുക്കറിയാം വലിയ വിഷയമായിരുന്നു. സെക്കൻഡായി നിന്നിരുന്നത് BJP-യാണ്. BJP-യുടെ കടന്നുവരവ് തടയണമെന്നത് നിർബന്ധമാണ്. ആ നിലക്ക് UDF-ന്റെ ആ റിക്വസ്റ്റ് നമ്മൾ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുകയും അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മിൻഹാജ്, ഞങ്ങളവിടെ വലിയൊരു ജില്ലാ സമ്മേളനം, നിയമസഭാ മണ്ഡലത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്ത് പ്രകടനമായി വന്ന് പാലക്കാട് സ്റ്റേഡിയത്തിന്റെ ആ സൈഡിലുള്ള ഞങ്ങളുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് മിൻഹാജിനെ ഞങ്ങൾ പിൻവലിക്കുകയും UDF-ന് നമ്മൾ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അവിടെ വലിയ വോട്ടിനെ അവിടെ വിജയിച്ചു. ഞാൻ ആ വോട്ടിന്റെ അവകാശത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്കെന്റെ ഈ നാടിനെ പോലെ തന്നെ ബന്ധമുള്ള നാടാണ് പാലക്കാട്. അതെല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയുന്നതാണ്. അവിടെ മിൻഹാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പശ്ചാത്തലവും റാവുത്തർ ഫാമിലിയായിരുന്നു. ആ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള റാവുത്തർ സമുദായം താമസിക്കുന്ന സ്ഥലമാണ്. 4000 കുടുംബ വോട്ട് ഈ റാവുത്തർ ഫാമിലികളുടെ വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പിൻവലിച്ചു കൊടുത്തു, പിന്തുണ കൊടുത്തു. ഒറ്റ കാര്യമുള്ളൂ ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, ഈ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം. ഏറ്റതായിരുന്നു. മിൻഹാജിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പിന്നെ ഈ പറയുന്ന ലീഡർഷിപ്പിൽ ഒരാൾ പോലും മാന്യമായിട്ടൊന്ന് വിളിച്ചൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മിൻഹാജും അവിടുത്തെ നമ്മളെ പ്രവർത്തകരും വിളിച്ച് വലിയ വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറില്ല, നമ്മളൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മുന്നോട്ട് പോവുക. BJP അവിടെ അധികാരത്തിൽ വരാൻ പാടില്ല, മറ്റു കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി വലിയ വോട്ടിന് വിജയിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബൂത്തിലിരിക്കുന്ന UDF-ന്റെ പ്രവർത്തകർക്ക് മുഴുവൻ ബിരിയാണി വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജും പ്രവർത്തകരുമാണ്. അങ്ങനെ വോട്ടിംഗ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, റിസൾട്ട് വരുമ്പം നിങ്ങളെ വിളിച്ചവർ താങ്ക്സ് പറയും. റിസൾട്ട് വന്നതിന് ശേഷം പോലും ഒരു വാക്ക് മിൻഹാജിനോട് പറയാൻ ഒരാളുമുണ്ടായില്ല. അവസാനം മിൻഹാജ് അപമാനിതനായി എന്റെ പാർട്ടി വിട്ട് അദ്ദേഹം CPM പോയി ചേർന്ന പ്രവർത്തകരും. അതൊരു ഭാഗം. അത് കഴിഞ്ഞു വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു. നിരുപാധിക പിന്തുണ കൊടുത്തു നമ്മൾ. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് വർദ്ധിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഇപ്പൊ UDF-ന്റെ സ്ഥാനാർത്ഥിയായ ഷൌക്കത്ത് തന്നെ പത്രസമ്മേളനത്തിൽ, അതിനുശേഷം നടന്ന സമ്മേളനത്തിൽ PV അൻവറിന്റെയും പ്രവർത്തകരുടെയും സാന്നിധ്യം ഈ വോട്ട് വർധനക്ക് കാരണമായി എന്ന് പറഞ്ഞാണ്. അവിടെ നമ്മൾ പിന്തുണ കൊടുത്തു. നമ്മളൊരു ബാർഗിങ്ങിനും അതിന്റെ അവകാശവാദത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞ് പനമരം പഞ്ചായത്ത് വയനാട്ടിൽ, ആ പനമരം പഞ്ചായത്തിൽ ബെന്നി എന്ന് പറയുന്ന സ്വതന്ത്രനായ പഞ്ചായത്ത് മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ബെന്നിയുമായി സംസാരിച്ച് ഒരു മെമ്പറുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന ആ പഞ്ചായത്ത് മറിച്ച് UDF-ന്റെ കയ്യിലേക്ക് കൊടുത്തു. അതിനുശേഷം ബെന്നി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. 10ഓളം ദിവസം അവിടെ ആശുപത്രിയിൽ കിടന്നു. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് PV അൻവറിന്റെ നിലപാടാണല്ലോ. നിലപാട് വ്യക്തമാക്കട്ടെ എന്നല്ലേ പറഞ്ഞത്.
PV അൻവർ വ്യക്തമാക്കിയ നിലപാടുകളെക്കുറിച്ച് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ചുങ്കത്തറ പഞ്ചായത്ത് UDFന്റെ ഭരണത്തിലായിരുന്നു, LDFന്റെ ഭരണത്തിലായിരുന്നു. ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തൃണമൂലിൽ ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് UDFന്റെ കൈകളിലേക്ക് എത്തിച്ചു. ഇതും നിലപാടല്ല. അപ്പോൾ നിങ്ങൾ ആ ക്രോണോളജി ഒന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞു. ഇപ്പോ UDFന് കൊടുത്ത കത്തിന് ഏകദേശം 4 മാസമായി. UDFന്റെ ലീഡർഷിപ്പ് ഈ മാസം 2-ാം തീയതി കോഴിക്കോട് യോഗം ചേർന്ന് ഞാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ആവശ്യം നമ്മളുമായി സഹകരിച്ചു പോകാൻ വേണ്ടി UDF നേതൃത്വം തീരുമാനിക്കുകയും ആ തീരുമാനിച്ച പ്രഖ്യാപനം ബഹുമാനപ്പെട്ട MM ഹസൻ അന്നത്തെ UDF കൺവീനർ എന്ന നിലക്ക് പത്രസമ്മേളനം വിളിച്ച് കോഴിക്കോട് പത്രക്കാരായ നിങ്ങളോട് പറയുകയും UDF ചെയർമാനായ VD സതീശന് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് PV അൻവറുമായി സംസാരിച്ച് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിച്ച് ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളത് പബ്ലിക്കായി അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാണ്. അതിനുശേഷം ഒരു വിവരവുമില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പലതവണ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മാസം 15-ാം തീയതി അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഒരു കോമൺ സുഹൃത്തായ എറണാകുളത്തെ ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെടുകയും കഴിഞ്ഞ 15-ാം തീയതി അദ്ദേഹവുമായി ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ 2026-ൽ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എടുക്കേണ്ട നിലപാടുകളും കാഴ്ചപ്പാടുകളും വിശദമായിട്ട് വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ഉച്ചഭക്ഷണം കഴിച്ച് അവിടുന്ന് പിരിയുന്ന സമയത്ത് ഈ 15-ാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പത്രക്കുറിപ്പ് കൊടുത്താൽ മതി. അതല്ല, അത് ഞാൻ തന്നെ പറയണത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഒരു വിവരമില്ല, എനിക്കൊരു വിവരം ഉണ്ടാവുന്നില്ല. ഞാൻ അതിനിടയിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ച് പോകണം, വലിയ വിഷയങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഞാൻ മുൻ പറഞ്ഞ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഉൾപ്പെട്ട UDF യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. പിന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ എന്തിനാണ് രാജിവെച്ചത്? ഞാൻ രാജിവെച്ചതിലെ അന്നത്തെ പ്രധാന വിഷയം ഈ പറയുന്ന വനഭേദഗതി ബില്ലും അതോടൊപ്പം 2-3 കാര്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. ജനങ്ങൾ നിലമ്പൂരിലെ പല വിഷയങ്ങളും തടസ്സപ്പെടുന്നു. ജനങ്ങൾ എന്തിനു വേണ്ടിയാണോ LDFന് വോട്ട് ചെയ്തത് ആ വിഷയങ്ങളിൽ ആ ഗവൺമെന്റിൽ നിന്ന് പല എതിരായ നടപടികളും ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം, വീണ്ടും LDF ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരാൻ പോകുന്നു. മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരുമെന്ന നരേഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ LDF അല്ല അധികാരത്തിൽ വരാൻ പോകുന്നത്, UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന ഒരു വോട്ടിംഗ് പാറ്റേണിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഈ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ, അതിനല്ലേ ഞാൻ രാജിവെച്ചത്. ആ രാജിവെക്കുമ്പോൾ എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ UDF ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത്. അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയാവണ്ടേ? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന്
തടസ്സമേ അല്ല. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് ചോർന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾ അത്ര വല്ല എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കും. ഇഷ്ടംപോലെ സീറ്റ് അവിടെ അല്ലേ. അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ്. അത് ഇവിടെ ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഇലക്ഷന് മുമ്പാവുമോ പിമ്പാവുമോ അത് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ UDF നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ ഇനി എന്താ പറയുക, ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവിടെ എൻ്റെ വിഷയം ഒരാൾക്കും എതിർപ്പില്ലാത്ത ആ സമൂഹത്തിൽ നിന്ന്, നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടൊരു വോട്ട് പോകരുന്ന വോട്ടാർക്ക് ആരുമാകട്ടെ. ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു 2-3 ദിവസം മുമ്പ്. നിങ്ങൾക്കറിയാം, അവിടെ ജനങ്ങളും ഈ പറയുന്ന LDF തമ്മിലെ പോരാട്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഒരു കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഒരു വോട്ട് പോകരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോൾ ഒരു വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിക്കപ്പെടുമ്പോഴും ആ സ്ഥാനാർത്ഥിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത്, അൻവർ അധിക പ്രസംഗിയാണ്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എന്റെ ധാരണ എന്താ, പൊതുസമൂഹത്തിന്റെ ധാരണ എന്താ? UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മോശം ഉണ്ടാവില്ല. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയായിട്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം, അതില്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് വളച്ചു പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല. ഇനിയിപ്പോൾ ഒരു വടിയാണ് അവിടെ UDF നിർത്തിയിട്ടുള്ളത്. ആ UDFന്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം? ആ UDFന്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ. ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു 25,000-30,000 വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം. അപ്പോൾ ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു. അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്കറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണത് മതി, പ്രശ്നമില്ല. നമ്മൾ ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ. അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങൾക്കറിയോ, ഈ മലപ്പുറം ജില്ലയിൽ 1,86,000 ചെറുപ്പക്കാരും മിഡിൽ ഏജിലായിട്ടുള്ള ആളുകളും പാസ്പോർട്ട് എടുക്കാനും ഉള്ള പാസ്പോർട്ട് പുതുക്കാനും കഴിയാതിരിക്കുക. എന്താ അറിയോ? ഈ സുജിത്താസും അജിത് കുമാറും ഉണ്ടാക്കി പോയ കേസുകൾ, പെറ്റി കേസുകൾ. ബൈക്കിൽ 3 ആൾ പോയതിന്, ഹെൽമെറ്റ് ഇല്ലാത്തതിന്, വണ്ടി പാർക്ക് ചെയ്തതിന് 1,86,000. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ മലയോര മേഖലയിലെ ഈ മനുഷ്യന്മാരനുഭവിക്കുന്ന പ്രശ്നം, ആ നിയമ ഭേദഗതി ബില്ല് അതിനെതിരെ എതിർത്ത് ജയിലിൽ പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതുപോലെ വിശദീകരിക്കപ്പെടണം. ഒരു ജില്ലയാകെ ഏറ്റവും വലിയ വർഗീയവാദികളും വിഘടനവാദികളുമായി രാജ്യത്തിന്റെ മുന്നിൽ, രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ RSSനോടൊപ്പം കൂട്ടുചേർന്ന് നിന്ന അജിത് കുമാർ ആ വിഷയം കേരളത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞതാണോ ഞാൻ വിഷയം? ഇതാണല്ലോ PV അൻവർ അധിക പ്രസംഗിയല്ലേ? ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗിയാണ്. ജനങ്ങൾ ആലോചിക്കട്ടെ. ജനങ്ങളാണ് ഇതിൽ തീരും. ഞാൻ എന്ത് അധിക പ്രസംഗമാണെങ്കിൽ എനിക്ക് ഇനി അത് പറയേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോ ഒരു എന്താ പറയാ, നിയമസഭാ സാമാജികനാകാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളാണല്ലോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണല്ലേ. ഉള്ളത് ഞാൻ എന്താ പറയാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന
അധികാരമുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്നാൽ മതിയല്ലോ. സുജിത് ദാസ് എന്ന് പറയുന്ന IPS ഓഫീസർ എന്റെ കാല് പിടിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ. സാറേ 30 കൊല്ലം എനിക്ക് ഇനിയും സർവീസ് ഉണ്ട്, സാറിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, സാറ് പറയണ എന്ത് ജോലി ഞാൻ ചെയ്യും, ദയവായി എന്നെ ഉപദ്രവിക്കരുത്, ആ മരക്കേസ് മരം പോയ നിങ്ങൾ കൊടുത്ത പരാതി ദയവായി ഒന്ന് പിൻവലിക്കണം. അല്ലേ? എന്തെല്ലാം ഇട്ടെറിഞ്ഞു ഞാൻ. എന്റെ ജീവന് വല്ല സംരക്ഷണമുണ്ടോ? ഞാൻ സർവശക്തനായ ദൈവത്തിൽ എന്താ പറയാ അർപ്പിച്ച് നടക്കുന്നവനായതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമി കൂടെ എപ്പോഴും നടക്കുന്നത്. 4 ഗവൺമെന്റ്മാരുണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? വീടിന് സംരക്ഷണം ഉണ്ടായിരുന്നു, പിൻവലിച്ചില്ലേ? എന്തെല്ലാം ഞാൻ നേരിടുന്നുണ്ട്. 3-4 സ്റ്റാഫിന് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം പോയില്ലേ? എന്തിനേറെ പറയുന്ന എന്റെ പാർക്ക് വിഷയം നിങ്ങൾക്കറിയാം. അത് 5-6 കൊല്ലം കേസ് കൂടി സുപ്രീം കോടതി നടക്കും. കേസ് കൂടി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് ഭൂമി സംബന്ധമായി പറയേണ്ടത്. ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വന്ന് സർവേ നടത്തി ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ടിന്റെ അടിയിൽ ആ പാർക്ക് പ്രവർത്തിക്കാൻ ഫംഗ്ഷൻ ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ മതി. ആ ഫയൽ മേശപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. എനിക്കെന്താ 4 ദിവസം മാറിക്കൂടെ ഇരുന്നോ? 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ആ ഒപ്പിട്ട് വാങ്ങിയിട്ട്. ഇനി എന്താ നഷ്ടപ്പെടാൻ ബാക്കി? ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ സഹിക്കുകയാണ്. 28 കേസുണ്ട് PV അൻവറിന്റെ പേരിൽ. അറിയുള്ളത് എങ്ങനെ 28 കേസുണ്ടായത്? ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന ആർക്കെങ്കിലും ഒരു കേസുണ്ടോ? ഒറ്റ കേസ്. P ശശി കൊടുത്ത തലശ്ശേരിയിലെ കേസ് വിചാരണ ആരംഭിച്ചു. കഴിഞ്ഞ 17-ാം തീയതി എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ട് എന്ന് പറയും. നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് ഒരു ഇതാണ് കത്രിക പൂട്ട്. ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവര് PV അൻവർ ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നവനാ ഞാൻ. അല്ലേ? നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാലോ, നിലമ്പൂരിലെ ജനങ്ങൾക്കറിയല്ലോ, കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. ഞാൻ ഈ പറയുന്ന ആശയത്തിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ നിങ്ങൾ കാണൂല. അവരെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴേ കാണുള്ളൂ. അവർ പ്രാർത്ഥനയിൽ അവർക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം അവർ ആശ്രിതരാണ്. ജീവിതത്തിന്റെ അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അതിലെല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്താ പറയാ, അവരുടെ മാനസിക സപ്പോർട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റിനെതിരെ വസ്തുനിഷ്ഠമായിട്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ആർക്കാ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് സത്യസന്ധമായി ആലോചിച്ചേക്ക്. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പിണറായി സമടക്കം മിനിഞ്ഞാന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ. നാഷണൽ ഹൈവേ കേരളത്തിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് പൈസ കൊടുത്തത് ഞങ്ങളൊരു ഗവൺമെന്റായി എന്ന് പറഞ്ഞാണ് നിരന്തരമായി ഇവിടെ വാദം നടത്തി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് ആ കടലാസ് ഞാൻ തരുമ്പോഴല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങൾ 50%, 100% കൊടുത്തു തരണം. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒരു കടലാസിട്ട് വന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഈ സർക്കാരിന്റെ മോശപ്പെട്ട എല്ലാ പ്രവർത്തികളും എന്ത് മോശപ്പെട്ടത് എന്താണെന്നൊന്ന് പറയണ്ടേ? ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ആരാ കൗണ്ടർ ചെയ്തത്? എന്തെല്ലാം കൗണ്ടർ ചെയ്യാൻ അതിലുണ്ട്? ഇതിനൊന്നും ആർക്കും സമയമില്ല. എല്ലാ തീരുമാനത്തിന്റെ അടിസ്ഥാനം വേറെയാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറയേണ്ട ഘട്ടം വരും. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? കേരളത്തിലെ ജനങ്ങൾ പറയട്ടെ.
അപ്പൊ എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ? കെ സി വേണുഗോപാൽ. നിങ്ങൾക്ക് അറിയാം. അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുമെന്ന കോൺഗ്രസിനെ 40 സീറ്റിൽ നിന്ന് 200 സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട്. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയാ, അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല. അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്ന അത്ര ഓടുന്നുണ്ട്, അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഇതിനൊരു ഐക്യപ്പെടണ്ടേ? എത്ര പാർട്ടിയുണ്ട് UDF-ൽ ഘടകകക്ഷികളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫോർവേഡ് ബ്ലോക്ക് ഞാൻ പറയണ്ടല്ലോ. ഇപ്പൊ ഇവിടെ കുന്നമംഗലത്തൊരു എന്താണ് പ്രവാസി കോൺഗ്രസ് എന്നാണ്, ഘടകകക്ഷിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ പാർട്ടി കമ്പ്യൂട്ടറിൽ മാത്രമാണ്, ഇത് സോഫ്റ്റ്വെയറിൽ മനുഷ്യന്മാരില്ല. ഘടകകക്ഷിയാണ്. ഇവിടെ 20 കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർക്ക് തമിഴ്നാട്ടിലേക്ക്. അവിടെ ഈ പറയുന്ന കോൺഗ്രസും CPM-ഉം DMK-യും TMC-യും എല്ലാം ഒന്നാണ്. അപ്പൊ എന്ത് ന്യായമാണ് ഇതിനൊക്കെ? ഓരോ സംസ്ഥാനത്തും നടക്കുന്ന രാഷ്ട്രീയ അലയൻസുകൾ നമുക്കറിയില്ലേ? അപ്പൊ എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇനി ഞാൻ എന്ത് ചെയ്യണം? ആരെ കാല് പിടിക്കണം ഈ ഗവൺമെന്റിന് താഴെ ഇറക്കാൻ? എനിക്കൊരു ചുക്ക് നിങ്ങൾ തരണ്ട. എന്റെ കൂടെ കുറെ മനുഷ്യന്മാരുണ്ട്. അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിക്കണം. എന്നെ വിശ്വസിച്ച് വന്ന കുറെ ആളുകളുണ്ട് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും. എനിക്കൊരു പാർട്ടിയുണ്ട്, AITC, പാർലമെന്റിലെ 3ാമത്തെ പാർട്ടിയാ, 42 MP-മാരുള്ള, 200ഓളം MLA-മാരും മുഖ്യമന്ത്രിയുള്ള. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF മെനിയാന്ന് സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്ത് കണ്ടിട്ട് അവർ വിളിച്ചു, എന്തായി നമ്മുടെ കാര്യം? നമ്മൾ അണ്ടർ ഡിസ്കഷനിലാണ്, ഇറ്റ്സ് ഗോയിങ് ഓൺ, വി വിൽ ഇൻഫോം യു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോകണ്ട, യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ, ദീദി വിൽ കം ദർ. TMC ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. 10 മന്ത്രിമാരെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മിനിസ്റ്റേഴ്സ്, വാട്ട് എവർ MPs യു റിക്വയർഡ്, യു ഗീവ് മീ ദ ഡീറ്റെയിൽസ്. കേരളത്തിൽ പരിചിതമായ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിശക്തമായി സംസാരിക്കുന്ന MP-മാരുണ്ട്. അവർ വരും പ്രചരണത്തിന്. ദേ ആർ റെഡി ടു സപ്പോർട്ട് അസ്. ഇതൊക്കെ നിൽക്കുമ്പോഴും എന്താ അറിയോ, നമ്മൾ ലക്ഷ്യം വെച്ചൊരു സംഗതിയുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുക. അപ്പൊ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി സംസാരിക്കാനുള്ളത് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനോടും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഞാനിത് പ്രചരിപ്പിക്കാൻ പോലില്ല. ബഹുമാനപ്പെട്ട K സുധാകരൻ മിനിയാന്ന് കണ്ട വിവരം ഞാൻ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല നിരന്തരമായി ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നോക്കൂ നിങ്ങൾ, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണ്, KPCC ജനറൽ സെക്രട്ടറി ജയന്ത്, CMPയുടെ നേതാവ് നമ്മുടെ MVR ഹോസ്പിറ്റലിന്റെ ചെയർമാനായ ദാസേട്ടൻ ഇന്നലെ ഇവിടെ വന്നല്ലോ ഉച്ചക്ക്, നിങ്ങൾ കണ്ടതാണല്ലോ. അവർക്ക് എന്തിനാ വരുന്നത്? അവർക്ക് എന്താ പറയാ, ആ കോൺഗ്രസിനോടുള്ള സ്നേഹവും വ്യക്തിപരമായി എന്നോടുള്ള ബന്ധവും UDF ഇവിടെ വരണമെന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? പ്രവീൺ ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ DCC ഓഫീസാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. നിങ്ങൾ 5-8 കോടി രൂപ കോൺഗ്രസ്സുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ച് ഇങ്ങനെ ഒരു DCC ഓഫീസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ജനകീയനായ നേതാവാ, ജനങ്ങളുടെ ഇടയിൽ ജയിക്കുന്നവനാ. ഒപ്പത്തിനൊപ്പം ജയന്തുണ്ട്, KPCC ജനറൽ സെക്രട്ടറി. ഇവരൊക്കെ വർക്ക് ചെയ്ത് ഇവർ വന്ന് പോയി. നമ്മൾ വല്ലതും പറഞ്ഞോ? അവർ സുഹൃത്ത് സംഭാഷണത്തിൽ വന്ന K മുരളീധരൻ 10 വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട്. പാവം, നിങ്ങൾ സൈക്കി, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്നലെ 2 പ്രാവശ്യം കണ്ടു ഞാൻ.
വൈകുന്നേരം വഹാബ് MP യുടെ വീട്ടിൽ വെച്ച് കണ്ടു. പ്രയാസമുണ്ട് അവരിത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരം, മാന്യതയൊന്നും വേണ്ട. നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നഗ്നനായി നടക്കാണല്ലോ PV എന്ന് പറയും, അതൊന്നും ഉടുക്കാൻ. അപ്പൊ നോക്കാം നമുക്ക്. അതല്ലേ ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്റെ പൊന്നരുണെ, കത്തടക്കം കൊടുത്തില്ലേ? നീ എന്താ നിലപാട് വ്യക്തമാക്കാൻ എന്താ ബാക്കി? ഞാൻ മലയാളം ഇപ്പൊ ഈ പറഞ്ഞത്. ഏത് മുന്നണിയില്? അതിനല്ലേ കത്ത് കൊടുത്ത് കാത്തു നിൽക്കണ മാഷേ. രമേശ് വിളിക്കുന്നു, സുധാകരൻ വിളിക്കുന്നു, ഇവരൊക്കെ കോൺടാക്ട് ചെയ്തു. പക്ഷേ VD സതീശൻ മാത്രം താങ്കളെ ബന്ധപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പലതവണ അദ്ദേഹത്തെ ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തെ ആണല്ലോ UDF ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നോട് സംസാരിക്കാൻ. അപ്പം എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച കാര്യം പുറത്തു പറയണ്ടേ? അതിനാണല്ലോ അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്യാനുള്ള അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഈ നിമിഷം വരെ ഇല്ലല്ലോ. ഒരുപാട് കാര്യം മണ്ഡലത്തിലുണ്ടെന്ന് പറഞ്ഞു. പാർട്ടി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, താങ്കൾ നിലമ്പൂരിൽ മത്സരിക്കുന്നു ഈ ഇലക്ഷൻ, അത് 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിലെ തീരുമാനം, അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷയുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിനൊരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇല്ല, ഈ വിഷയവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഞാനിപ്പോ ശ്രമിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുള്ളൂ. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ എനിക്കൊരു പ്രയാസമില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത്. KCയുടെ കൂടെ 5 വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റാ. അദ്ദേഹം KSU സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് KSU എന്താ പറയുക, മമ്പാട് കോളേജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല ഇവരോടൊക്കെ ഉള്ള നല്ല സൗഹൃദം ഉള്ള വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് എന്താ പറയാ, പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. കാരണം അദ്ദേഹം 2001 MLA ആയിട്ട് വരുന്നത്. നമ്മൾ 2004, 2005 കൂടിയിട്ട് എന്തായി, DICയും ബാക്കിയുള്ളതായിട്ട് അവിടുന്ന് പോരുന്നുണ്ട്. അപ്പം 80 തൊട്ട് 2001 വരെയല്ലേ 20 കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ്. അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എന്തായി, നമ്മൾ ഇപ്പുറത്തെത്തിയിട്ടുണ്ട്. അല്ല, അതിനി UDF തീരുമാനിക്കട്ടെ, നമുക്ക് നോക്കാം. VD സതീശൻ പറയുന്ന ഒരു കാര്യം, PV അൻവർ UDFനും അതുപോലെ തന്നെ ആര്യാട് ചോക്തിനും പിന്തുണ പ്രഖ്യാപിക്കട്ടെ, പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കട്ടെ. അപ്പോൾ അതിനുശേഷം മുന്നിലെ പ്രവേശനവുമായി അല്ല, അത് ഞാൻ KC സംസാരിക്കട്ടെ. ഇപ്പം രമേശ് ചെന്നിത്തലയും കെ സ്വാമിനോടൊപ്പം നിരന്തരം സംസാരിക്കുന്നു പറയുന്നു. അപ്പോൾ പലതവണ ഈ കത്ത് കൊടുത്തു, സംസാരിച്ചു, ഈ നിലപാട് വ്യക്തമാക്കാൻ VD സതീശനോട്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായിട്ടൊക്കെ തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്. UDF പൊതു തീരുമാനമല്ലാന്ന് തോന്നുന്നുണ്ടോ? ആര്? VD സതീശൻ ഇപ്പൊ പറയുന്നില്ല. അല്ല, അതിനെ പറ്റിയൊന്നും ഞാൻ പറയാനില്ല. എനിക്ക് ഇനി ബഹുമാനപ്പെട്ട KCയെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളൂ. അല്ല, മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ 2-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ദേശീയ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തൃണമൂൽ ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കക്ഷിയാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നാണ്. ആ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അത് KCയായിട്ട് സംസാരിക്കാമല്ലോ. അതാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഫോർവേഡ് ബ്ലോക്ക് അടക്കം പല സംഘടനകളും അപ്പുറത്ത് നിൽക്കുന്നൊക്കെ ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ, അല്ലേ? എന്താണ്, ഒരു പ്രവാസി കോൺഗ്രസ് അടക്കം. അപ്പൊ അതിലും താഴെയാണോ PV അൻവർ? അതാണല്ലോ അതിന്റെ അടിസ്ഥാനം. മാർക്കറ്റിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ചൊരുത്തനല്ലേ ഇതിന്, അല്ലേ? അതാണല്ലോ. ആയിക്കോട്ടെ, അങ്ങനെയാണോ ഞാൻ എന്ന് എനിക്ക് KCയോടൊന്നും ചോദിക്കണ്ടേ? അങ്ങ് പ്രതീക്ഷിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് UDFുമായി സഹകരിപ്പിക്കാം എന്നൊരു പരസ്യമായ അനൗൺസ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ ഞാൻ KC ഇനി ആ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ KCയുമായി സംസാരിച്ചതിന് ശേഷമേ
ഞാൻ അതിന്റെ മുകളിൽ തീരുമാനം എടുക്കും. ഈ 15-ാം തീയതി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഔദ്യോഗിക പ്രഖ്യാപന ഡിക്ലറേഷൻ നടത്താമെന്ന് വി ഡി സതീശന് ഉറപ്പ് നൽകിയെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് കരുതുന്നത്? ഞാൻ പറഞ്ഞു വിശദീകരിക്കാൻ, അത് വിശദീകരിക്കേണ്ട ഒരു ഘട്ടം ചിലപ്പോൾ വരും, ചിലപ്പോൾ വരും. മനസ്സിലായോ? എങ്ങനെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും PV അൻവറിനെ ഡിക്ലെയർ ചെയ്യാത്ത എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാനിത് പറഞ്ഞ് കുളങ്ങരക്കാൻ നിൽക്കുന്നില്ല. വസ്തുതകൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട്. ഇപ്പം എന്താണെന്നറിയോ, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. കേരളത്തിലൊരു പൊതുസമൂഹം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്ന് പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റു സംഘടനാ പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അവർ വലിയ നിരാശയിലും വേദനയിലാണ്. അവരുടെ നെഞ്ചത്ത് ചവിട്ടാൻ ഞാൻ ഇപ്പില്ല. അതിന് വില കൽപ്പിക്കുന്നവനെ ഞാൻ സാധാരണക്കാരായ പ്രവർത്തകർക്ക്, UDFന്റെ പ്രവർത്തകർക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല. പറയേണ്ട ഘട്ടം വന്നാൽ എന്തുകൊണ്ടാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവരുത് എന്ന് ഞാൻ പറഞ്ഞതും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും എങ്ങനെയാണ് സ്ഥാനാർത്ഥി ആയത് എന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അതെങ്ങനെയാണ് പറ്റിച്ചതെന്നും ഒക്കെ പറയേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നോക്കാം. ഇത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇതിലൊക്കെ ഒരു ഒറ്റ മിനിറ്റ് ഞാൻ എന്നത് ഇത് ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കുറ്റക്കാരനാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണ്ട. അദ്ദേഹം ഇതിൽ പൂർണ്ണമായും കുറ്റക്കാരനെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച 1-2 ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മേഖല വരുമ്പോൾ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഈ സാധുക്കൾക്ക് വേണ്ടി, ഈ മനുഷ്യർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണല്ലോ ഈ കോലത്തിൽ ഞാനായത്. ആ ജനങ്ങളോടാണ് എനിക്ക് ഇനിയും സംസാരിക്കാനുള്ളത്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പം പറയും. അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഒരു സംശയം കരുതണ്ട, ഒരു സംശയം കരുതണ്ട. TMCയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും. മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാർ വരും, അവരുടെ MP-മാർ വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും. ഒരു തർക്കവും കാര്യത്തിലില്ല. അല്ല, UDFൽ എടുത്തില്ലെങ്കിൽ മാത്രമല്ല, KC-യുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു, ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ, അതല്ല ചൊറി പിടിച്ച അൻവറിനെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയും. ഇത്രേ ഉള്ളൂ. പൊന്നാര മാഷേ, ഇതല്ലേ ഈ പറയുന്നത്? നിങ്ങൾ ഈ പറഞ്ഞെന്നെ പറയിക്കല്ലേ? കേസിനെ കണ്ടിട്ടത് പറയുന്നില്ലേ? തന്നിരുന്നു. നിങ്ങൾ ആരെയും സ്ഥാനാർത്ഥിയാക്കും, നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കല്ലേ? പബ്ലിക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക്, കോൺഗ്രസിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്ത പോലെയായി. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണല്ലോ ഇപ്പം ഇന്നത്തെ നമ്മളെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ആരെ തീരുമാനിച്ചാലും ഞാൻ പിന്തുണക്കുമെന്ന്. പക്ഷേ കോൺഗ്രസ് നേതാക്കളിൽ പലരും തന്നെ പറയുന്നത്, ഈ യോഗത്തിലൊക്കെ പറഞ്ഞതും ഔട്ട്സ്പോക്കൺ ആണ് ഈ PV അൻവർ. അല്ല, ഔട്ട്സ്പോക്കണിന്റെ കാര്യം ഇപ്പം വിശദീകരിച്ചല്ലോ അല്ലെ? ഐ എം ആൻ ഔട്ട്സ്പോക്കൺ പേഴ്സൺ, ഐ എം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക്. അതാണല്ലോ പ്രശ്നം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ ആണെന്നുള്ളൊരു നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല. ജനങ്ങൾ എന്ത് സഹിച്ചാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അതെനിക്ക് സാധിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. യെസ്, ഐ എം എ ഔട്ട്സ്പോക്കൺ പേഴ്സൺ. പക്ഷെ അത് മുന്നണിക്കുള്ളിൽ ഒതുങ്ങുമോ? പണ്ട് PC ജോർജിന്റെ ഒക്കെ അനുഭവം UDFനുള്ളതാണ്. PC ജോർജ് അത് വിട് നിങ്ങൾ. PC ജോർജ് ഞാൻ എന്താ കുറെ കാലമായി നിങ്ങൾ PC ജോർജ് അവന് ഞാനിട്ട് എന്താ ബന്ധം? അല്ലെ, എന്താ ബന്ധം നിങ്ങൾ പറ. ഞാൻ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. PC ജോർജ് സംസാരിക്കുന്ന അവന്റെ കാര്യ. അല്ല, അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളോട്? ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിർത്തുന്നു. ഞാൻ ഒറ്റ കാര്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട KC വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. UDFന്റെ ഘടകകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ UDF സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട KCയും ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥലത്തില്ല, ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബ്